വെൽക്കം ടു ഫോർത്ത് ട്യൂട്ടോറിയൽ ഓഫ് ക്രിയേറ്റോസിന്റെ നാലാമത്തെ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് പാർട്ടിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള HRMSന്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് നമ്മൾ HRMS നമ്മൾ എല്ലാ മൊഡ്യൂളിലും നമ്മൾ ട്രെയിനിങ് മൊഡ്യൂൾ വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തത് എക്സ്പെൻസ്, അനൗൺസ്മെന്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് എക്സ്പെൻസുകളെല്ലാം അനൗൺസ്മെന്റുകളെല്ലാം കണക്ക് കൂട്ടാനായിട്ടുള്ള അടുത്ത ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഓരോ അനൗൺസ്മെന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു അനൗൺസ്മെന്റ് എഴുതി നോക്കാം. അതായത് ബ്രീഫിംഗ്, അല്ലെങ്കിൽ ബ്രീഫിംഗ് വേണ്ട, നമുക്ക് ടീം ഔട്ടിംഗ്. ടീം ഔട്ടിങ്ങിന് ഒരു പ്രയോറിറ്റി, നമുക്ക് ഒരു നോർമൽ പ്രയോറിറ്റി ഉള്ള ഒരു അനൗൺസ്മെന്റ്, അത് HR റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ബേസ് ആയിട്ടുള്ളത് വേണമെങ്കിൽ ടീം ഔട്ടിങ് ട്രെയിനിങ് ആണ്, എല്ലാ എംപ്ലോയീസിനും വേണ്ടിയിട്ടാണ്. അത് ജസ്റ്റ് ടീം ഔട്ടിങ് നമ്മൾ ഇട്ടു, നമ്മൾ അതിനൊരു എക്സ്പയറി ഡേറ്റ്, നമ്മൾ അതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ഓക്കെ, അനൗൺസ്മെന്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു HRMSൽ നമ്മളൊരു അനൗൺസ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അനൗൺസ്മെന്റിന് അനുസരിച്ച് എല്ലാവർക്കും മെയിൽ പോകും, എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടെന്ന്. നമ്മൾ എന്തൊക്കെ അനൗൺസ്മെന്റ് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാക്കിങ് നമുക്ക് ഇവിടെ നിൽക്കും. അടുത്ത അനൗൺസ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട്, അസറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, അസറ്റ്സ്, അതായത് ഓരോ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത്. ആക്ച്വലി ഈ അസറ്റിന്റെ ഒരു ബിഗ്ഗർ ആയിട്ടുള്ള ഏരിയ നമുക്ക് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വേറൊരു മൊഡ്യൂള്, വേറൊരു പ്ലഗിൻ ഉണ്ട്. അപ്പൊ നമുക്ക് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് വരുമ്പോൾ അസറ്റ് മാനേജ്മെന്റിന്റെ കംപ്ലീറ്റ്ലി പ്ലഗിന്റെ എല്ലാ ഫീച്ചറും അവൈലബിൾ ആകും. അ- അതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് വേറൊരു സെപ്പറേറ്റ് സെഷൻ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ ഇതിനകത്തുള്ള നോർമലി നമുക്ക് അത്യാവശ്യം വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസുകളോ അങ്ങനെയൊക്കെയുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ട് എങ്കിൽ, ആക്ച്വലി അവർക്ക് HRMS മാത്രം മതി എന്നുള്ള ആൾക്കാർക്കായിട്ടും നമ്മൾ ഇതേപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്രിയേറ്റേഴ്സ് ഇതേപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അസറ്റ് ആഡ് ചെയ്യാം. ആ അസറ്റ് എംപ്ലോയിക്ക് ആണെങ്കിൽ എംപ്ലോയിക്ക് അലോക്കേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്കിവിടെ അസറ്റ്സ് ആഡ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് അസറ്റ്സിന് ഒരു പർച്ചേസ് ഡേറ്റും ഒരു പർച്ചേസ് കോസ്റ്റും അതിന്റെ ബ്രാൻഡും എല്ലാം വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അസറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഷിഫ്റ്റ് ഷിഫ്റ്റുകൾ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഓഫീസിന്റെ പല പല ഷിഫ്റ്റുകൾ, ആ ഷിഫ്റ്റുകൾ നമുക്ക് പുതിയ ഷിഫ്റ്റുകൾ ആഡ് ചെയ്യാം. അത് ഏത് ഡിപ്പാർട്ട്മെന്റിന് ഒരു സെപ്പറേറ്റ് ഷിഫ്റ്റ് വേണമെങ്കിൽ ആ ഷിഫ്റ്റിന്റെ നെയിം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോ നമുക്കൊരു ടെസ്റ്റ് ടെസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു സ്റ്റാർട്ട് ടൈം, ഷിഫ്റ്റിന്റെ ഒരു സ്റ്റാർട്ട് ടൈമും 10:47, എൻഡ് ടൈം 10:47 PM, റെഗുലർ ആക്ടിവേറ്റ് ഷിഫ്റ്റ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു ഷിഫ്റ്റ് ഇങ്ങനെയാണ് അത് കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ട്രാക്ക് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഷിഫ്റ്റിന് അനുസരിച്ച് ആ ഒരു ഡേറ്റ ടേബിളിൽ നമുക്ക് എല്ലാവിധ വാല്യൂസും നമുക്ക് കിട്ടുന്നതാണ്. ഷിഫ്റ്റിനെ പോലെ തന്നെയാണ് നമുക്ക് പോളിസീസ്, നമുക്ക് എന്തെങ്കിലും പോളിസീസ് ട്രാക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു കമ്പനിയുടെ ബേസ് ആയിട്ടുള്ള പോളിസി, ഇവിടെ ഒരു ഡമ്മി പോളിസി കിടക്കുന്നുണ്ട്. ആ പോളിസി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനുമായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് പോളിസി കൂടാതെ തന്നെ നമുക്ക് ഹോളിഡേയ്സ്, നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ ഹോളിഡേയ്സ് നമുക്ക് ഇവിടെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ ഇവിടെ ഏതാണ്ട് 10 ഹോളിഡേയ്സ് ഉണ്ടാവും. ബിക്കോസ് നമുക്കിത് ആ, നമ്മുടെ അറ്റൻഡൻസ്, അതായത് സ്റ്റാഫുകൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന ടൈമും അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജ് ചെയ്യുന്ന ടൈമിലും ഒക്കെ ഈ ഹോളിഡേയ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഹോളിഡേയ്സ് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ക്രിയേറ്റീവ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കൗണ്ട് ചെയ്ത് നടക്കത്തുള്ളൂ. ക്രിയേറ്റീവ്സിന്റെ AI ഇന്റർഫേസ് നിങ്ങൾ എനബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ മാനുവലി ചെയ്യേണ്ട ഒന്നായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോളിഡേയ്സിന്റെ എല്ലാ ഓപ്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നോട്ട് ചെയ്യുന്നത്
ഓഫീസിന്റെ ഇതായിട്ടുള്ള പല നോട്ടീസുകളും പല ട്രെയിനിങ് സെഷനുകളും എല്ലാം നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നോട്ടീസുകൾ എന്നുള്ളത്. ആ നോട്ടീസുകൾ കൂടാതെ തന്നെ നമുക്ക് അവാർഡ്സ്, ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും അവാർഡ്സ് കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ന്യൂ അവാർഡ്സ് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഒരു അവാർഡ് ക്രൈറ്റീരിയ നമുക്ക് ഓഫീസിന് ഇന്ന ബെസ്റ്റ് പെർഫോമർ അവാർഡ്, അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്ലൈന്റ് വെഞ്ചർ അവാർഡ്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള അവാർഡ്സ് നമുക്ക് നൽകണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അവാർഡ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഞാനിപ്പോ ഇതിനകത്ത് ന്യൂ അവാർഡ്സ് ആഡ് ചെയ്യുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയേറ്റേഴ്സ് ഓവർവ്യൂ ആണ്. ഈ റിയൽ ലൈഫ് സെനാരിയോയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ERP പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അതിന്റെ ERP എന്ന് പറഞ്ഞാൽ അതൊരു വാസ്റ്റ് വൈഡ് ഏരിയ ആണ്. അപ്പൊ ERPയിലെ പല പ്രശ്നങ്ങളും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ ക്രിയേറ്റേഴ്സ് വെച്ച് സോൾവ് ചെയ്യാം എന്നുള്ളതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള റിയൽ ലൈഫ് സെനാരിയോസിന്റെ ഒരു ട്യൂട്ടോറിയൽ സെക്ഷൻ വേറെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡീപ്പായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇനി അടുത്തത് റെസിഗ്നേഷൻ ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ റെസിഗ്നേഷന്റെ കാര്യവും കാരണങ്ങളും, അതുപോലെ തന്നെ എപ്പോഴാണ് റെസിഗ്നേഷൻ, എന്താണ് ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അലോക്കേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അത്. സോ നമുക്ക് ഇതെല്ലാം നമുക്ക് റെസിഗ്നേഷന്റെ എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കൂടാതെ തന്നെ എംപ്ലോയീസ് ട്രാവൽസ്, അവർ യാത്ര ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ട്രാവൽ റിക്വസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ എങ്ങോട്ടാണ് പോകേണ്ടത്, അവരുടെ പേരെന്താണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് HRMSനകത്ത് ഈ ഒരു ഓപ്ഷൻ. അപ്പൊ നമുക്ക് അവരുടെ സ്റ്റാർട്ട് ഡേറ്റ് എന്താണ്, എൻഡ് ഡേറ്റ് എന്താണ്, അവരെത്രയാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്മിന് റിക്വസ്റ്റ് പോവും. ഈ ഓരോ ട്രാവൽ ഏരിയസ് നമുക്ക് ഓരോ എംപ്ലോയീസിനെ അലോക്കേറ്റ് ചെയ്യാം. അപ്പൊ എംപ്ലോയീസ് അവിടെ നിന്ന് അവരുടെ ലോഗിനിൽ നിന്ന് അവർ റിക്വസ്റ്റ് വരുമ്പോൾ മെയിൻ അഡ്മിൻ ആയിട്ടുള്ള ഈ ഡാഷ്ബോർഡുകളിലായിരിക്കും നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നത്. പിന്നെ ഓഫീസിലെ പ്രൊമോഷൻസ്, ഒരു പുതിയൊരു പ്രൊമോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊമോഷൻ ആർക്ക് വേണ്ടി, ഏത് എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് ആ പ്രൊമോഷൻ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവരുടെ പൊസിഷനിൽ നിന്നുള്ള വ്യത്യാസവും ഡിപ്പാർട്ട്മെന്റിന്റെ ചേഞ്ചസും ആരാണ് അപ്രൂവ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. HR ഇത് വളരെ ഒരു ഗുണകരമായിട്ടുള്ളൊരു ടൂളാണ്. അതോടൊപ്പം തന്നെ കംപ്ലൈൻസും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓഫീസിൽ പലതരത്തിലുള്ള കംപ്ലൈൻസ് കാര്യങ്ങളെല്ലാം വരും. അതെല്ലാം ചെക്ക് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂസ്, ഡെലിവറി ഇഷ്യൂ, പ്രൊഡക്റ്റ് ഇഷ്യൂ, ഇങ്ങനെ പലതരത്തിലുള്ള കംപ്ലൈൻസ് ഉണ്ടാവും. കംപ്ലൈൻസ് എല്ലാം വരുന്ന ഒരേ ഒരു ഏരിയ നമ്മുടെ കംപ്ലൈൻസിന്റെ HRMSന്റെ കംപ്ലൈൻസ് ഏരിയ ആണ്. അങ്ങനെ കംപ്ലൈൻസ്, ഇത് കൂടാതെ തന്നെ പല വാർണിങ്സ് ഉണ്ടാവും. നമുക്കിപ്പോ ലേറ്റ് കമ്മിങ്, ഇതേപോലെ പല രീതിയിലുള്ള ഒരു വാർണിംഗ് ഉണ്ടാവും. ഒരു എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പല രീതിയിലുള്ള ഒരു വാർണിംഗ് ഉണ്ടാവും. അപ്പൊ ആ വാർണിങ്സ് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ നമ്മുടെ വർക്ക് സ്പേസിന്റെ ഈ ഒരു വാർണിങ്ങിന്റെ ഏരിയ. ഓക്കെ, അപ്പോ ഇതാണ് HRMSന്റെ കംപ്ലീറ്റ്ലി ഏരിയ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് മൈ അറ്റൻഡൻസ്, മൈ ലീവ്, മൈ പെർഫോമൻസ്, ഈ കിടക്കുന്ന എല്ലാ എംപ്ലോയി സെക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു അഡ്മിൻ ഒരു എംപ്ലോയി ആയി കണക്ക് കൂട്ടവേ മൈ അറ്റൻഡൻസ് എന്ന് പറഞ്ഞ ഏരിയ. ഇതിനകത്തൊരു ക്ലോക്ക് ഇൻ ആൻഡ് ക്ലോക്ക് ഔട്ട്, അതായത് അഡ്മിൻ ആണെങ്കിലും ഏത് എംപ്ലോയി ആണെങ്കിലും അവരുടെ ലോഗിന്റെ ഏരിയയിൽ ഒരു ക്ലോക്കിനും ക്ലോക്ക് ഔട്ടും ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ്. അതുപോലെ തന്നെ മൈ അറ്റൻഡൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ക്ലോക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അഡ്മിൻ ക്ലോക്ക് ഇൻ ആവുകയാണ്. അഡ്മിൻ ക്ലോക്ക് ഇൻ ആയി, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയാള് ഒരു ബ്രേക്ക് ഇട്ടു. ഫോർ എക്സാമ്പിൾ, അയാൾക്ക് ഒരു ചായ കുടിക്കാൻ പോകാനായിട്ട് അയാൾ ഒരു ബ്രേക്ക് ഇട്ടു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇതെല്ലാം ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിലായിരിക്കും അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആ ലൊക്കേഷന് പുറത്താണെങ്കിൽ അവർക്ക് ഒരിക്കലും ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഡിഫറെന്റ് സെനാരിയോയിൽ ക്രിയേറ്റേഴ്സ് പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്ക് എൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇത് ക്ലോക്ക് ഔട്ട് ചെയ്തു, ഡേ കംപ്ലീറ്റ് ആയി. ഓക്കെ,
അപ്പോ ഇതാണ് ക്രിയേറ്റോസിന്റെ അറ്റൻഡൻസി സിസ്റ്റം വർക്കൗട്ട് ആകുന്നത്. അപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈ ലീവ് എന്ന് പറഞ്ഞ് ഈ മൈ എന്ന് പറഞ്ഞ ഏരിയയിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഓരോന്നും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതാണ്. അപ്പോ ഓരോ എംപ്ലോയിക്കും ഇത് ആക്സസ് ആയിരിക്കും. അവർക്ക് ലീവ് ഇടാനും ലീവിന്റെ അപ്രൂവൽ ഇടാനും എല്ലാവിധമായിട്ടുള്ള ഓപ്ഷൻസ് അതിനകത്ത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മൈ പെർഫോമൻസ് അതൊരു ഫോർകാസ്റ്റ് കിട്ടുന്നതാണ്. അതായത് ആ പെർഫോമൻസ് ആഡ് ചെയ്ത ആളുടെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന HRM സിസ്റ്റമാണ് ക്രിയേറ്റേഴ്സിന്റെ HRM സിസ്റ്റം. ഓക്കെ, അതോടുകൂടി മൈ ഷിഫ്റ്റ്, മൈ കംപ്ലൈൻസ്, മൈ വാണിംഗ്, ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ക്രിയേറ്റേഴ്സിന്റെ HRMസിൽ ഒരു ഒരു എംപ്ലോയി HR മാനേജർ റിലേഷൻഷിപ്പിൽ നമുക്ക് എല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമുക്ക് ഈ പറഞ്ഞതുപോലെ ക്രിയേറ്റീവ്സിന്റെ HRMS എന്ന് പറഞ്ഞ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഓൾമോസ്റ്റ് ഓഫീസിലെ എല്ലാ എംപ്ലോയിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ടൈമിങ്, അവരുടെ കംപ്ലൈൻസ്, അവരുടെ പ്രോബ്ലംസ്, ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള അലൊക്കേഷൻ, ഡിഫറെന്റ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ്, ടീം ലീഡേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആക്കി HRMസിനകത്ത് വളരെ വൃത്തിയായിട്ട് നമുക്ക് ഓഫീസ് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് അതൊരു കോർഡിനേഷൻ നമ്മുടെ ക്രിയേറ്റീവ്സിന്റെ HRMS യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടും. അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ ട്യൂട്ടോറിയല് ഞാൻ പറഞ്ഞത് എങ്ങനെ കസ്റ്റമറുമായിട്ട് നല്ല ബന്ധം പുലർത്താം എന്നുള്ള CRM ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി നമ്മൾ അടുത്തത് എങ്ങനെ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഹയറിംഗ് റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, അത് HR ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് അവരെ എങ്ങനെ സ്ട്രക്ചേർഡും ആൻഡ് ഓർഗനൈസ്ഡും ആക്കാം എന്നുള്ളതാണ് ക്രിയേറ്റീവ്സിന്റെ ഇപ്പോഴുള്ള ഈ HRMസിന്റെ എക്സ്പ്ലനേഷനിലൂടെ കാണുന്നത്. HRMസിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് വാല്യൂസ് ഒക്കെ ഇട്ടിട്ടുള്ള പുതിയ ട്യൂട്ടോറിയല് നമ്മൾക്ക് താമസിക്കാതെ കാണാൻ പറ്റും. ഓക്കെ, ഇന്ന് HRMസിനെ കുറിച്ച് ഇത്രയും ഉള്ളൂ. നമുക്ക് ഇനി അടുത്തത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മൊഡ്യൂളില് പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ചാണ് അടുത്തത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ഡെമോൺസ്ട്രേഷൻ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഓരോ എംപ്ലോയിക്കും ഓരോ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വർക്കുകൾ ഉണ്ടാവും. എല്ലാ വർക്കുകളും പല രീതിയിലുള്ള വർക്കുകളും ഓരോ പ്രൊജക്റ്റുകളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിലൊരു ജോലികളും അതിന് ടാസ്കുകളും ഉണ്ടാക്കുക, എങ്ങനെയാണ് അവർക്ക് അലോക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അവർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോ എന്ന് ട്രാക്ക് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഞാൻ അടുത്ത അടുത്ത എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ദിസ് ഈസ് മീ ഗർഷ്യ ആൻഡ് താങ്ക് യു.